ഹലോ അവനാണ് ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമായിരിക്കും. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവുന്ന അമ്മയത്തിൽ പറഞ്ഞു. പെട്ടെന്ന് വന്നെങ്കിൽ കാണാം. വേറെ വിശേഷമുണ്ട്. ശരി ശരി ശരി. എത്ര ആൾക്കാരാണ് നീ എന്താണ് ഞാൻ ഫോൺ വിളിച്ചെടുക്കാട്ടെ? നിനക്കല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഒരു സ്നേഹമില്ല. അങ്ങനെ പറയല്ലേ, ഞാൻ എന്റെ മോളെ മറക്കോ? നിനക്ക് എന്റെ അടുത്ത് സ്നേഹാന്നൊക്കെ അല്ലേ പറയണത്? അവള് നമ്മുടെ ജീവിതത്തിൽ ഒരു പാരയല്ലേ? അവളെ നമുക്ക് അങ്ങോട്ട് കളഞ്ഞാലോ? എന്നാ അവളെ നമുക്ക് ഇങ്ങോട്ട് തട്ടിയാലോ? കൊല്ലാൻ അതൊന്നും പറ്റൂല. ഞാൻ എങ്ങനെ കൊണ്ടുവെക്കത്തില്ല. അവളെ കൊല്ലാൻ പറ്റില്ല, ഞാൻ നിന്നെ കൊല്ലും. മനസ്സിലായോ? എന്തായാലും അവളൊരാളെ കൊല്ലും. എനിക്കെന്തായാലും ഇപ്പൊ മരിക്കാൻ പോയാൽ അവള് മരിക്കട്ടെ. അങ്ങനെ ആകുമ്പോ എനിക്ക് അവളോട് ജീവിക്കാമല്ലോ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എടാ മോളെ, അതെ നീ അവളെ കൊല്ലാന്ന് പറഞ്ഞില്ലേ, എങ്ങനെ കൊല്ലുന്നേ? അതൊക്കെ എന്റെ ഐഡിയ ഉണ്ട്. എന്റെ നല്ലൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറയട്ടെ. നമുക്ക് ഈ ഹോസ്പിറ്റലിൽ തീയിട്ടാൽ എന്നിട്ട് നമ്മൾ നമ്മൾ ഓടി പോയാൽ പോരെ? എടാ, നിന്റെ അച്ഛനും അമ്മയും ഇതിനകത്താടാ. അവരുണ്ട് ഇവിടെ ഉണ്ടാകും. നീ നിന്റെ ബുദ്ധി ഒന്നും ഉപയോഗിക്കണ്ട. നീ ഒന്നും പറയണ്ട, എല്ലാം ഞാൻ ചെയ്യാം. മനസ്സിലായോ? മോളെ അച്ഛൻ ഡോക്ടറിനെ കണ്ടായിരുന്നു കേട്ടോ. ഡോക്ടർ പറഞ്ഞ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഇനി എല്ലാം നമുക്ക് ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അച്ഛനെ ഒന്ന് പോയി എന്താണെന്ന് വെച്ചാൽ ആ ഡിസ്ചാർജ് നോക്കിയിട്ട് ബാക്കി മരുന്നും കൊള്ളാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പോയിട്ടില്ലേ? ഇന്നത്തോടെ നമ്മുടെ ജീവിതത്തിലൂടെ അവസാനിക്കാൻ പോകും. ഞാൻ പുതിയ നഴ്സാണ്. കയ്യങ്ങൾ വന്നു. അത് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ഡിസ്ചാർജ് ആയല്ലോ, അപ്പൊ അതിന് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞില്ല. ഞാൻ നഴ്സല്ല, ഞാൻ പറഞ്ഞോട് കേട്ടാൽ മതി. ആ കയ്യിൽ തരൂ. എനിക്കറിയാം എന്താ ചെയ്യണത്. എനിക്ക് കുറച്ചൊക്കെ എന്താ മോളെ? പത്തനംതിട്ട പെരുമരിയിൽ പോസ്റ്റേറ്റിൽ കെയറിനായി ആശുപത്രിയിൽ കഴിഞ്ഞെത്തിയ യുവതിയുടെ ഭർത്താവിന്റെ സുഹൃത്തായ യുവതി എയർ എംബോളിസമായി കൊലപ്പെടുത്താൻ ശ്രമിച്ച വാർത്ത ഏറെ നെട്ടലോടെയാണ് കേരളം കേട്ടത്. രക്തത്തിൽ വായു കുത്തിവെച്ചാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ച മാർഗം. സിനിമകളിലും നോവലുകളിലും മാത്രം കേട്ടു പരിചയമുള്ള ഈ ഒരു മാർഗം തെരഞ്ഞെടുത്തതിനായി പോലീസിനെ വരെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് എയർ എംബോളിസം, എങ്ങനെയാണ് നമ്മളുടെ ശരീരത്തിനെ അത് ബാധിക്കുന്നത്? കൂടുതൽ വിശദമായി നമുക്ക് ഇത് ഓർമ്മ. സോ ബേസിക്കലി നമ്മുടെ രക്തക്കുഴലുകളിൽ ഏതെങ്കിലും വിധേന എയർ ബബിൾ അഥവാ വായുകുമിളകൾ കടക്കുന്നതാണ് എയർ എംബോളിസം. ഇത് ആർട്ടറീസിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ ആർട്ടീരിയൽ എംബോളിസം എന്നും നമ്മുടെ വെയിൻസിലാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ വീനസ് എംബോളിസം എന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഇത് സംഭവിക്കുന്നത് ചില സർജറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ IV ആയിട്ടുള്ള നമ്മൾ IV ഇഞ്ചക്ഷൻ അതുപോലെ മരുന്ന് വെയിൻസിലോട്ട് കുത്തിവെക്കുമ്പോഴോ ആണ്. പിന്നെ ഇപ്പോൾ ഈ കേസ് സംഭവിച്ചതുപോലെ ഒരു എംപ്റ്റി സിറിഞ്ച് അല്ലെങ്കിൽ ഒരു കാലി സിറിഞ്ച് ഉപയോഗിച്ച് ഒരാളുടെ ബോഡിയിലോട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിലും എയർ എംബോളിസം അഥവാ ഗ്യാസ് എംബോളിസം ഉണ്ടാവാം. ശരിക്കും ഈ എയർ എംബോളിസത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എത്തുന്ന എയർ ബബിള് നമ്മുടെ ബ്ലഡ് വെസലിൽ ഒരു ബ്ലോക്കാണ് ഉണ്ടാക്കുന്നത്. അതുവഴി ആ വെസലിൽ കൂടെയുള്ള ബ്ലഡ് ഫ്ലോയിനെ അതൊരു
തടസ്സം വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കാരണം അവിടെയുള്ള രക്തസമ്മർദ്ദം കൂടുകയും ആ ബ്ലഡ് വെസൽ പൊട്ടിപ്പോകാൻ വരെയുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ബ്ലഡ് വെസലിൽ കൂടെ ഈ എയർ ബബിൾ ഏത് സ്ഥലത്താണ് എത്തുക എന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും വേരി ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ബ്രെയിനിലോട്ടുള്ള ഒരു രക്തക്കുഴലിലാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതവും, ഹൃദയത്തിലോട്ടുള്ള ബ്ലഡ് വെസലിലാണെങ്കിൽ ഹൃദയസ്തംഭനവും, ഇനി ശ്വാസകോശത്തിലോട്ടുള്ള ബ്ലഡ് വെസലിലാണെങ്കിൽ ശ്വാസതടസ്സവും പേഷ്യൻറ്റിന് അനുഭവപ്പെടാം. ഇങ്ങനെ നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ ബ്രെയിൻ, ഹാർട്ട്, ലങ്സിലോട്ടൊക്കെ ഉള്ള ബ്ലഡ് സപ്ലൈനെ ഇത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മരണത്തിലോട്ട് നയിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.